അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ചർച്ചയിലൂടെ ധാരണയായ കാര്യങ്ങൾ നടപ്പിലാകൂ, എന്നിട്ടാകാം അടുത്ത ഘട്ട ചർച്ച എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ തുടങ്ങാനിരിക്കുന്ന ചർച്ചയ്ക്ക് തങ്ങൾ വരണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കുക ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെ ഇറാൻ അമേരിക്ക ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നത് വരെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കില്ല എന്ന് ഇറാൻ സുവ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ധാരണാപത്രത്തിലെ 5 വ്യവസ്ഥകൾ നടപ്പിലാക്കിയതിനു ശേഷം മാത്രമേ അന്തിമ കരാറിനായുള്ള ചർച്ചകൾ ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗേർ ഗാലിബാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറുമായും പാകിസ്ഥാനുമായുള്ള അമേരിക്കയുടെ ചർച്ചകൾ ഇന്ന് ആരംഭിക്കും എന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. ഈ കരാർ നടപ്പിലാക്കുന്നതിന് മുൻപായി ഇറാൻ ആവശ്യപ്പെട്ട ആ 5 വ്യവസ്ഥകൾ ഇവയാണ്. അതിലൊന്ന്, ലെബനാൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും യുദ്ധം അവസാനിപ്പിക്കണം. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം പൂർണ്ണമായി നീക്കം ചെയ്യണം. ഹോർമസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കണം. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കുമേലുള്ള അമേരിക്കൻ വിലക്കുകൾ ഒഴിവാക്കണം. അന്താരാഷ്ട്ര ബാങ്കുകളിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ സാമ്പത്തിക ആസ്തികൾ പൂർണ്ണമായി വിട്ടു നൽകണം. ഈ 5 കാര്യങ്ങളാണ് ഈ 60 ദിവസത്തിനകം അഥവാ അന്തിമ കരാറിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി അമേരിക്ക നടപ്പിലാക്കാം എന്ന് നേരത്തെ ഒപ്പുവെച്ച കരാറിൽ അമേരിക്ക ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 2ാം ഘട്ട ചർച്ചകൾ ആരംഭിക്കുകയാണ്. 1-ാം തീയതിയാണ്, ജൂലൈ 1-ാം തീയതി മുതൽ 2ാം ഘട്ട ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഈ ചർച്ചയിൽ ഇറാൻ പങ്കെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചധികം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ചർച്ച നടക്കുന്നതിന് മുൻപേ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ 5 പദ്ധതികൾ. ഈ 5 വ്യവസ്ഥകൾ പാലിക്കണം എന്നതാണ് ഇറാന്റെ ന്യായമായിട്ടുള്ള ആവശ്യം. ഈ 5 വ്യവസ്ഥകളും എന്നാൽ ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് മാത്രമല്ല, ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട ശേഷമാണ് ബഹ്റൈനിലെ 5th ഫ്ലീറ്റിന്റെ ഏറ്റവും വലിയ ആക്രമണം അവർക്ക് നേരിടേണ്ടി വരികയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇറാനിലും അമേരിക്കയുടെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ലെബനാനിൽ കാര്യങ്ങൾ ഒട്ടും തന്നെ ശാന്തമല്ല. അവിടെ ക്രൂരമായ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതും മറ്റൊരു കാര്യമാണ്. ഞങ്ങൾ ചർച്ചകളെ അനുകൂലിക്കുന്നു, എന്നാൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ യുദ്ധത്തിനും ഞങ്ങൾ സന്നദ്ധരാണ്, അതിനനുസരിച്ച് തിരിച്ചടി നൽകും എന്നുകൂടി മുഹമ്മദ് ബഗേർ ഗാലിബാഫ് വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ ടിവിയിൽ നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. ഇറാന്റെ ആണവാവകാശങ്ങൾ ഉപേക്ഷിക്കില്ല എന്നും സ്പീക്കർ മുഹമ്മദ് ഗാലിബാഫ് വ്യക്തമാക്കുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാന്റെ നിയമാനുസൃതവും നിഷേധിക്കാനാവാത്തതുമായ അവകാശമാണ്. അന്തിമ കരാറിൽ എത്തുന്നതിനുള്ള ധാരണാപത്രത്തിലെ 60 ദിവസത്തെ കാലയളവ് നീട്ടാൻ കഴിയും. അമേരിക്കയും ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാ കൗൺസിലും ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കം ചെയ്യുന്നതുവരെ ചർച്ചകൾ തുടരുമെന്നും ഗാലിബാഫ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇന്നലെ ഖത്തർ പ്രധാനമന്ത്രിയുമായി അമേരിക്കൻ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. അമേരിക്കൻ പ്രതിനിധി സംഘത്തിലെ സ്റ്റീവ് വിറ്റ്കോഫും ജറാദ് കുഷ്ണറും ദോഹയിൽ തുടരുന്നുമുണ്ട്. അതിനിടെ ഇറാൻ ഖത്തർ ചർച്ചയും ഇന്ന് ദോഹയിൽ നടക്കും. അമേരിക്കയുമായുള്ള ധാരണാപത്രത്തിലെ വ്യവസ്ഥകളും മരവിപ്പിച്ച ആസ്തി വിട്ടു നൽകലും ചർച്ചയാകുമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രതിനിധി സംഘവുമായി ചർച്ചയില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ പുതിയ അപ്ഡേഷനുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ്. ഖത്തറിലെ തലസ്ഥാനമായ ദോഹയിൽ ഇന്ന് ജൂലൈ 1 മുതലാണ് മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും ആരംഭിക്കുന്നത്. ഖത്തറും പാകിസ്ഥാനുമാണ് ഈ ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥർ. നേരിട്ടുള്ള ചർച്ചകൾ അമേരിക്കൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവയുമായി ഉണ്ടാകില്ല ഇറാൻ എന്നതാണ് ഇതിലെ പ്രത്യേകത. ഇവർ ദോഹയിൽ ഉണ്ടെങ്കിൽ പോലും അവരുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചയില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മധ്യസ്ഥ രാജ്യങ്ങൾ വഴിയാകും ആശയവിനിമയങ്ങളെല്ലാം നടക്കുക. ആണവാവകാശങ്ങളിലും വിട്ടുവീഴ്ചയില്ല. ചർച്ചകൾ നടക്കുമ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണം രാജ്യത്തിന്റെ നിയമാനുസൃതമായ അവകാശമാണ്. ആണവ നയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഖത്തറിലുള്ള ഇറാന്റെ മരവിപ്പിച്ച $6 ബില്യൺ ഫണ്ട് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഇറാൻ പ്രതിനിധികളും ഖത്തർ
അധികൃതരും ഇന്ന് ദോഹയിൽ പ്രത്യേക ചർച്ചകൾ തന്നെ നടത്തും. ചർച്ചകളുടെ പുരോഗതിക്കനുസരിച്ചായിരിക്കും ഈ തുക കൈമാറുക എന്നാണ് ഖത്തർ വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സുരക്ഷാ യാത്ര ആഗോള വിപണിക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ എണ്ണ ഇറക്കുമതിക്കും അത്യന്താപേക്ഷിതമായതിനാൽ ലോകരാഷ്ട്രങ്ങളെല്ലാം വളരെ ഉറ്റുനോക്കുന്ന ചർച്ചയാണ് ഇന്നുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും തമ്മിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഫോൺ സംഭാഷണത്തിലും ഈ വിഷയം തന്നെ കടന്നു വന്നിരുന്നു. ചുരുക്കത്തിൽ ചർച്ചകളുടെ പാതയിലാണെങ്കിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ ഉണ്ടാകാതെ അടുത്ത ഘട്ടത്തിലേക്ക് ഇല്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്നതാണ് ഇന്നത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ വന്നു നിൽക്കുന്നത്.